ഹായ് ഡീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ഐറ്റമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ന്യൂ ഇയർ ആയിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടോ? എൻ്റെ കെട്ടിയോൻ എന്താ പൊട്ടിച്ച് വെച്ചിട്ടുള്ള ഒരു തവിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ കണ്ണൂരുകാർ കയ്യിൽ നിന്നൊക്കെ പറയുന്നുണ്ടോ. അപ്പോൾ ചുമ്മാ കളയാൻ തോന്നിയില്ല, നല്ല നീറ്റായിട്ടുള്ള പീസായിരുന്നു. ഇനിയിപ്പോൾ പുറത്ത് പോകുമ്പോൾ എന്തായാലും കുറച്ച് കയ്യിലൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള വർക്ക് കണ്ടാലോ. അപ്പോൾ നമ്മൾ പൊട്ടിയിട്ടുള്ള തവി എടുത്തിട്ടുണ്ട്, കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു തവിയായിരുന്നു. കുഴപ്പമില്ല. ഇതുപോലെ നമ്മളൊരു കമ്പി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു തലയുടെ പോർഷൻ, നമുക്ക് ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ എൻ്റെ മൈൻഡിൽ ആദ്യം തന്നെ വന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു വർക്ക് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കമ്പി വെച്ചിട്ട് ഇതുപോലെ നമ്മളൊരു കഴുത്തിൻ്റെ പോർഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല രീതിയിൽ ആ ഒരു കമ്പി ഇരുന്നാൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ള ക്ലേ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ അത് ഫിക്സ് ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ക്യൂട്ടായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ആരൊക്കെ എന്തൊക്കെ പൊട്ടിച്ചു, ആരതൊക്കെ എന്തൊക്കെ പൊട്ടി എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇതുപോലെ പൊട്ടിയ തവിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഓടിവാ, നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള വർക്കൊക്കെ കാണാം. നമുക്ക് ക്ലേ ഉപയോഗിച്ചിട്ട് അതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കാം. എയർ ഡ്രൈ ക്ലേ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ന്യൂ ഇയർ ആയിട്ടൊക്കെ ഇങ്ങനെ പൊട്ടുക പറയുമ്പോൾ ശരിക്കും ഒരു നെഗറ്റീവ് ഫീലാണ് എനിക്ക് ആദ്യം ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ വിചാരിച്ചു അതിനെ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? സാധാരണ പോലെ ഒരു ദിവസം തന്നെയല്ലേ ന്യൂ ഇയർ. ഇപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ പറയില്ലേ, ന്യൂ ഇയർ ആയിട്ട് നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് സംഭവിച്ചാൽ എന്തെങ്കിലുമൊക്കെ പൊട്ടോ ചില്ലൊക്കെ ഉടയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയില്ലേ, ഇനി അങ്ങോട്ട് കഷ്ടകാലം തന്നെ, ഇനി എല്ലാം പൊട്ടുന്ന സമയമായിരിക്കും, അങ്ങനെയൊക്കെ പറയുന്ന, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടോ ഇപ്പോഴും? ചിലവരൊക്കെ ഇപ്പോഴും സംസാരിക്കാറുണ്ട്. എനിക്ക് തന്നെ അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ എല്ലാം പൊട്ടുമോ അങ്ങനെയൊക്കെ. ശരിക്കും അതിൻ്റെ ഒന്നും അങ്ങനത്തെ ഒരു തോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. നമ്മൾ ശ്രദ്ധിക്കാതെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴായാലും പൊട്ടും. അത് ന്യൂ ഇയർ ആയാലല്ല, ഇനി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പൊട്ടേണ്ടതാണെങ്കിൽ പൊട്ടുമല്ലേ. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. എന്നാലും ഭാവിയിൽ ഞാനത് മാറ്റുമില്ലെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ന്യൂ ഇയർ ആയിട്ട് തന്നെയാണ് ഇതൊക്കെ പൊട്ടിയിട്ടുണ്ടായത്. നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലേ വെച്ചിട്ട് ഇതുപോലെയൊക്കെ നല്ല രീതിയിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഹെഡിൻ്റെ പോർഷനും അതുപോലെ തന്നെ കഴുത്തിൻ്റെ സ്റ്റാർട്ടിങ് പോർഷനും ആ ഒരു തവീൻ്റെ ചെറിയൊരു പോർഷൻ ഉണ്ടായല്ലോ, ആ ഒരു ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ബൾക്കായിട്ട് എമൗണ്ട് അവിടെ മാത്രം കൊടുത്തിട്ട് കഴുത്തിൻ്റെ നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം കുറച്ചൊരു തിന്നാക്കി കൊടുക്കുക. പിന്നെ തലയുടെ പോർഷൻ കുറച്ചും കൂടി ഹെവി ആക്കി കൊടുക്കുക. അങ്ങനെയാണ് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അവിടെ തന്നെ ഒരു കൊക്കിൻ്റെയും കൂടെ ഷേപ്പ്, അതായത് നമ്മൾ ചുണ്ടിൻ്റെയും കൂടെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു കമ്പി കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ക്ലേ ഒന്ന് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അതിനിടയിൽ എൻ്റെ മോള് വന്നിട്ട് താറാവ് താറാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പിലുള്ള സൗണ്ട് വരുന്ന ഒരു താറാവ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് അതാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വർക്ക് അപ്പം തന്നെ സക്സസ് ആയിട്ടുണ്ട്. താറാവിനെ എടുത്തൂടാ അടി കിട്ടും. താറാവിനാക്കിയിട്ട് അമ്മ തരും. ഓക്കെ, കണ്ടോ? അപ്പോൾ അവൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു വർക്കിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് ഇതുപോലെ റിങ് പോലത്തെ ഒരു സംഭവം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ബേസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾക്കറിയാം നോർമൽ ആ തവിയുടെ ആ ഒരു പോർഷൻ വെയ്റ്റ്ലെസ് ആണ്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ക്ലേയിൻ്റെ ഒരു വർക്ക് കൊടുത്തപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് മുന്നോട്ടേക്ക് വരുന്ന രീതിയിലുള്ളൊരു ഇതാണ് വന്നത്. അപ്പോൾ താഴെ എത്രത്തോളം നിർത്തിക്കാൻ പറ്റുന്നുള്ളത് ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ സംഭവം നമുക്ക് എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത് അവിടെ ഫിക്സ് ചെയ്യാം. ഞാൻ ആ ഒരു കഴുത്തിൻ്റെ സ്റ്റാർട്ടിങ് പോർഷനിൽ തന്നെ ചെറുതായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ സംഭവം നല്ല സെറ്റായിട്ട് നിർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് വെച്ചാൽ അതൊന്ന് ബാലൻസ് ആയിട്ട് കിട്ടുക, അതുപോലെ വെച്ചിട്ട് അത് സെറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്മൂത്ത് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് എയർ ഡ്രൈ ക്ലേ വെച്ച് ചെയ്തിട്ടുള്ള ഗ്രിപ്പായിട്ടുള്ള പോർഷനൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കയ്യിൽ ഫിംഗർ ടിപ്പിലെടുക്കുക. ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഗ്രിപ്പായിട്ട് വരുന്ന എല്ലാ പോർഷനും കവർ ചെയ്തിട്ട് നമുക്കൊന്ന് സ്മൂത്താക്കി എടുക്കണം. എന്നാൽ മാത്രമേ പെയിൻ്റൊക്കെ ചെയ്താൽ നല്ല നീറ്റായിട്ടുള്ള ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് നമുക്ക് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അത് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം വെയിലത്ത് വെച്ചിട്ടാണ് സെറ്റാക്കി എടുത്തത്. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടേണ്ടതായതുകൊണ്ട് തന്നെ എന്തായാലും വേസ്റ്റിൽ നിന്ന് നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റിയതിൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്കുണ്ട് കേട്ടോ. ന്യൂ ഇയർ ആയിട്ട് എൻ്റെ ഫസ്റ്റ് ഒരു മെയിൻ വീഡിയോ തന്നെയാണിത്. അപ്പോൾ ആ ഒരു ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് തന്നെ ചെയ്തൊരു വർക്കാണ്. ന്യൂ ഇയർ ആയിട്ട് പൊട്ടിയ തവി കൊണ്ട് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ഇതുപോലൊരു ഷേപ്പ് ഉണ്ടാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തു. അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് പെയിൻറ്റ് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ അടിച്ചു കൊടുക്കണം. ആ ഒരു തവിയുടെ തന്നെ ആയിട്ടുള്ള ഒരു കളറിലേക്ക് നമുക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നല്ല രീതിയിലൊരു യൂണിറ്റി ഉണ്ടാവുള്ളൂ.
അല്ലാണ്ട് അല്ലെങ്കിൽ പുറത്ത് വേറൊരു കളറ് ഉള്ളിൽ വേറൊരു കളറ് അങ്ങനെ വരുമ്പോൾ തന്നെ ആ ഒരു ഭംഗി പോവും. അപ്പോൾ ഇതാ ഇതുപോലെ കംപ്ലീറ്റ് നല്ല രീതിയിലൊരു വൈറ്റ് കളറ് ബേസ് കോട്ട് അടിക്കുന്ന നമ്മൾ വാൾ പെയിൻ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കണം. ചുണ്ടിൻ്റേതായിട്ടുള്ള ആ ഒരു പോർഷനിൽ ഒരു ഓറഞ്ച് യെല്ലോ കളർ അടിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ പോർഷൻ വരുന്നതിലേക്കും കൂടി കുറച്ചൊന്ന് ആ ഒരു കളർ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ബ്ലാക്ക് വെച്ചിട്ട് കണ്ണൊക്കെ ഒന്ന് ഡീറ്റെയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതുപോലത്തെ പിക്ചേഴ്സ് നോക്കിയാൽ കിട്ടുന്നുണ്ടോ എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് ആ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ. എന്തായാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് നല്ല ഭംഗിയായിട്ട് തോന്നിയൊരു വർക്കാണ്. എന്തായാലും ചുമ്മാ കളയാതെ എടുത്തു വെച്ചത് നന്നായി എന്ന് തോന്നുന്നൊരു വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു റിസൾട്ട്. അപ്പോൾ ആ ഒരു ബ്ലാക്കിൻ്റെ ഉള്ളിലേക്ക് കുറച്ചൊരു വൈറ്റിൻ്റെ ഒരു ഡോട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് കണ്ണിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഫൈനൽ ലുക്ക് കണ്ടേ, പെയിൻ്റ് ഒക്കെ ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. പൊട്ടിയ തവിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞു കുഞ്ഞു ആക്സസറീസ് ഇയറിങ്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്കിനി എന്ത് തോന്നി എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം. കുഞ്ഞു കുഞ്ഞു ഇയറിങ്സ് ഒക്കെ മിസ്സാവാതെ ഇനി നമുക്ക് ഇതിൽ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.